ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ ഇംഗ്ലീഷ് പേപ്പറായിട്ടുള്ള കോമൺ പേപ്പറായിട്ടുള്ള വേസ് വിത്ത് വേർഡ്സിലെ ഓൾ ഫോക്സ് ലോഫ് എന്ന് പറയുന്ന മായ ആഞ്ചലോയുടെ ഒരു പോയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു പോയത്തിന്റെ ഒരു മെയിൻ പോയിന്റ്സും അതേപോലെ തന്നെ അതിൽ വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതിലാദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻ പോയിന്റ്സ് ആണ്. ആദ്യമായിട്ട് നോക്കുക, നമുക്കറിയാം ദിസ് പോയം ഇസ് അബൌട്ട് ഓൾഡ് ഫോക്സ്, ഓൾഡ് പീപ്പിൾ അല്ലെങ്കിൽ പഴയ തലമുറയെ കുറിച്ചുള്ള ഒരു കവിതയാണ്. ഹൗ ദേ ലീഡ് ദെയർ ലൈഫ് വെരി സിൻസിയർലി. എങ്ങനെയാണ് അവരവരുടെ ജീവിതം സിൻസിയറായിട്ട് ജീവിക്കുന്നത്. വാട്ട് ആർ ദ ഡിഫറൻസ് ഫ്രം യങ്ങർ പീപ്പിളിൽ നിന്ന് എങ്ങനെയാണ് അവരുടെ ലൈഫ് ഡിഫറെൻ്റ് ആവുന്നത് എന്നതൊക്കെയാണ് ഈ ഒരു പോയത്തിൻ്റെ ഒരു തീം. ഈ ഒരു കവിത എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഫിലോസോഫിക്കൽ വൺ, ഒരു ഫിലോസോഫിക്കൽ ആയിട്ടുള്ള ഒരു കവിതയാണ്. കാരണം അത് നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തരം എഴുത്താണ് മായ ആഞ്ചലോ എഴുതിയിട്ടുള്ളത്. നമുക്കറിയാം മായ ആഞ്ചലോ ഒരു ആഫ്രോ അമേരിക്കൻ റൈറ്ററാണ്. അതേപോലെ തന്നെ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ഒക്കെയാണ്. അതുകൊണ്ട് ഫെമിനിസ്റ്റ് ആണ്. അതുകൊണ്ടൊക്കെ ആ ഒരു ബോൾഡ് ലാംഗ്വേജ് നമുക്ക് അവരുടെ കവിതകളിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കവിതയുടെ മെയിൻ പോയിന്റ്സ് ആണ് ട്രിബ്യൂട്ട് ടു ദ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ദാറ്റ് എൽഡർലി പീപ്പിൾ ഡെവലപ്പ് ടുവാർഡ്സ് ലൈഫ്. അതിൽ ആദ്യത്തെ പോയിന്റ് പറയുന്നത് ഒരു എൽഡർലി പീപ്പിൾ, അതായത് പ്രായമായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ ഫോളോ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലീഡ് ചെയ്തിട്ടുള്ള കീപ്പ് ചെയ്തിട്ടുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനോടുള്ള ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഈ ഒരു കവിത മായ ആഞ്ചലോ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് പോയിന്റ്, ദ ടീച്ച് ഹൗ ടു ലവ് ഫ്രീലി ആൻഡ് വെൽക്കം ഡെത്ത് വിച്ച് വിൽ ഫ്രീ ദം ഫ്രം ഓൾ ഇംപിഡിമെന്റ്സ്. അതായത് they are leading their life very freely. അവരവരുടെ ജീവിതം വളരെ ഫ്രീ ആയിട്ട് ലീഡ് ചെയ്യുന്ന ആളുകളാണ്. അതായത് they are not bothered about their social standard. അവരുടെ സോഷ്യൽ സ്റ്റാൻഡേർഡിനെ കുറിച്ചൊന്നും വറീഡ് അല്ലാത്ത അവരുടേതായിട്ടുള്ള ഹാപ്പിനെസ്സിലൂടെ ലൈഫ് ലീഡ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ they are always welcoming death. അവരെപ്പോഴും മരണത്തെ വെൽക്കം ചെയ്യുന്നതാണ്. ബിക്കോസ് they can easily forgive others. അവർക്ക് അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് വളരെ എളുപ്പത്തിൽ പുറത്തു കൊടുക്കാനൊക്കെ ആവും. അപ്പൊ ആ ഒരു അവരവരുടെ എല്ലാ സ്ട്രഗിൾസിൽ നിന്നും ലൈഫിൽ ഉണ്ടാവുന്ന എല്ലാ ഡിഫിക്കൽട്ടീസിൽ നിന്നും ഫ്രീ ആണ്. ബിക്കോസ് ദെയർ മൈൻഡ് ആൻഡ് ബോഡി ഈസ് ഫ്രീ ഫ്രം ഓൾ ദ ഇംപെഡിമെന്റ്സ്. അപ്പോ ഇവിടെ they teach how to love freely. എങ്ങനെയാണ് സ്വതന്ത്രമായിട്ട് ചിരി, അതായത് ചിരി എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ്. അതേപോലെ തന്നെ ഒരു ട്രാൻസ്പെറൻസിയാണ് നമ്മൾ ചിരി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എന്താണ്, they can laugh very freely. അവർക്ക് വളരെ ഫ്രീ ആയിട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ചിരി അവർ സിൻസിയറാണ്. സിൻസിയർ ആയതുകൊണ്ട് തന്നെ ദേ ആർ ആൾവേസ് വെൽക്കമിങ് ഡെത്ത്. മരണത്തെ അവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം അവരവരുടെ ജീവിതത്തിൽ തിന്മകളൊന്നും ചെയ്യാത്ത ആളുകളാണ്. സിൻസിയർ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ദേ ആർ ആൾവേസ് വെൽക്കമിങ് ഡെത്ത് വിച്ച് വിൽ ഫ്രീ ദം ഫ്രം ഓൾ ഇംപിഡിമെന്റ്സ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിൻസിയറിറ്റി അവരുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന ഇത്തരം സത്യസന്ധമായിട്ടുള്ളൊരു മുന്നോട്ട് പോക്ക് അവരുടെ ജീവിതത്തിലുള്ള എല്ലാ ഡിഫിക്കൽട്ടീസിനെയും എല്ലാ സ്ട്രഗിൾസിനെയും ഓവർകം ചെയ്യാനും അവർ നേരിടുന്ന എല്ലാ ദുരിതങ്ങളെയും ഫ്രീ ആയിട്ട് അതിന് നേരിടാനും അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദ പോയം ഈസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. ഫ്രീ വേഴ്സിൽ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ഈ പോയം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. What is the shake of the bellies of old fox compared to? The shake of the bellies of the old fox is compared to the sound of the tambourines. ഇവിടെ പ്രായമായിട്ടുള്ള ആളുകൾ ചിരിക്കുമ്പോൾ ഏതുപോലെയാണ് ഒരു ഇൻസ്ട്രുമെന്റുമായി അത് കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് when they laugh their bellies shake like ടാമ്പറൈൻ. ടാമ്പറൈൻസ് ഇസ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ടാമ്പറൈൻ. അപ്പോൾ ഒരു ടാമ്പറൈന് കുലുങ്ങുന്നത് പോലെ അവരുടെ വയറുകൾ
അത് വയറ് കുലുങ്ങിയിട്ടാണ് അവർ ചിരിക്കുന്നത് എന്നുള്ളതാണ്. ദെൻ നെയിം ദ മോസ്റ്റ് പോപ്പുലർ ഓട്ടോബയോഗ്രഫി ഓഫ് മായ ആഞ്ചലോ. മായ ആഞ്ചലോയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു ഓട്ടോബയോഗ്രഫിയാണ് ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ്, പബ്ലിഷ് ഇൻ ദ ഇയർ 1969. ദാറ്റ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഓട്ടോബയോഗ്രഫി ഓഫ് മായ ആഞ്ചലോ. Then complete the line. When old folks laugh, they consider the promise of dear painless death and generously forgive life for happening to them. The laps of the old folks are filled with dash memories. What do you mean by hollows? എന്താണ് hollows എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. hollows means loud shout made without any inhibition. ഒരു ഉദ്ദേശങ്ങളില്ലാതെ ഒച്ചപ്പാടുണ്ടാക്കുന്നത്, ഒച്ചത്തിൽ ചിരിക്കുന്നത് ഒക്കെയാണ് ഹോളേഴ്സ് എന്ന് പറയുന്നത്. വാട്ട് ഇസ് ദ പോയറ്റ് മീൻ വെൻ ഷി യൂസസ് ദ വേർഡ് സിംപറിങ്? എന്താണ് പോയറ്റ് സിംപറിങ് എന്നുള്ള വാക്കുകൊണ്ട് പോയത്തിൽ ഉദ്ദേശിച്ചത് എന്നാണ്. സിംപറിങ് മീൻസ് എ സില്ലി സ്മൈൽ ദാറ്റ് കണ്ടെയ്ൻസ് നോ ഇമോഷൻ. ഒരു വൈകാരികമായിട്ടുള്ള ഒന്നുമില്ലാത്ത ഒരു സിമ്പിൾ സ്മൈലാണ്, ഒരു സില്ലി സ്മൈലാണ് സിംപറിങ്. വൈ ആർ ദ ഓൾഡ് ഫോക്സ് ഏബിൾ ടു ഫൊർഗീവ് ലൈഫ്? എന്തുകൊണ്ടാണ് പ്രായമായിട്ടുള്ള തലമുറക്ക് ജീവിതത്തിൽ അവർക്ക് ഫൊർഗീവ് ചെയ്യാൻ, അവർക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കുന്നത് എന്നാണ്. ഓൾഡ് ഫോക്സ് ആർ ഏബിൾ ടു ഫൊർഗീവ് ലൈഫ് ബിക്കോസ് ദെയർ എക്സ്പീരിയൻസ് ഓഫ് ദ വേൾഡ് മേക്സ് ദ ഡിഫിക്കൽട്ട് തിങ് ബെയറബിൾ ഫോർ ദം. കാരണം എന്താണ്? അവരവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങൾ, അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാത്തിനോടും ബിയർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്ന എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നിട്ടുള്ള ആളുകളാണ് പഴയ തലമുറ എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് ഓഫ് റിമെമ്പറിങ്? ദ ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് ഓഫ് റിമെമ്പറിങ് ഈസ് ലുക്കിംഗ് ബാക്ക് അറ്റ് വൺസ് ലൈഫ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ നന്മയും തിന്മയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ലൈഫ് ഈസ് എ മിക്സ്ചർ ഓഫ് ഗുഡ്സ് ആൻഡ് സോറോസ്. നന്മയും തിന്മയും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ആൻഡ് വേസ്റ്റ് ഓഫ് റിമെമ്പറിങ് എന്ന് പറയുന്നത് അവർ ഓൺ എക്സ്പീരിയൻസസ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. വൈ ഡസ് ദ പോയറ്റ് യൂസ് റൺ ഓൺ ലൈൻസ് ഫോർ ദ പോയം? എന്തുകൊണ്ടാണ് പോയത്തിൽ റൺ ഓൺ ലൈൻസ് അല്ലെങ്കിൽ എൻജാംമെൻറ്റ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു പോയം കണ്ടാലറിയാം, ഇതൊരു ഫ്രീ വേഴ്സിൽ എഴുതിയിട്ടുള്ളതാണ്. ഒരു കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചർ പാറ്റേൺ ഒന്നും ഫോളോ ചെയ്യാത്ത കവിതയാണ്. എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ റൺ ഓൺ ലൈൻസ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ലൈൻസ് ഉണ്ടായിരിക്കും. അതായത് കുത്തോ കോമയോ ഒന്നുമില്ലാതെ 2-3 ലൈന് കഴിഞ്ഞിട്ടായിരിക്കും കോമയോ അല്ലെങ്കിൽ കുത്തോ വരിക. അതായത് ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ 2-3 ലൈന് വായിച്ച് നോക്കിയാലേ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ അലൈൻമെൻ്റ് ആണ് ഈ ഒരു കവിതയിൽ മായ ആഞ്ചലോ ഉപയോഗിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ദ പോയറ്റ് യൂസസ് റൺ ഓൺ ലൈൻസ് ഫോർ ദ പോയം ബിക്കോസ് ദ പോയം ഈസ് ഓൾ അബൌട്ട് ദ ഹോൾ ഫോക്സ് laugh. The laughing seemed to be spontaneous, uncontrollable and free, that it has the quality of run on. അതായത് പ്രായമായിട്ടുള്ള ആളുകളുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. അതായത് ഒരു പ്രീ പ്ലാൻഡ് അല്ല. അവർ എന്തൊരു സ്പോണ്ടേനിയസ് ആയിട്ടാണ്. അവർക്ക് ചിരിക്കാൻ തോന്നുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട്, ചിലപ്പോൾ ഒച്ചത്തിൽ ചിരിക്കുന്നുണ്ട്. ദേ ആർ നോട്ട് ബോതേഡ് അബൌട്ട് എനിത്തിങ് ഓർ അബൌട്ട് സറൗണ്ടിങ്സ്. ചുറ്റുപാടുള്ളതിനെ കുറിച്ചോ അല്ലെങ്കിൽ ആളുകൾ നോക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചൊന്നും അവർ ബോധേഡ് അല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആണ്. അതുകൊണ്ട് ആ ഒരു സ്പോണ്ടേനിയസ് ക്വാളിറ്റി അല്ലെങ്കിൽ അല്ല അൺകൺട്രോളബിൾ അല്ലെങ്കിൽ ആ ഒരു ഫ്രീ ലൈഫ് ക്വാളിറ്റിയാണ് ഈ ഒരു റൺ ഓൺ ലൈൻസ് പോലെ റൺ ഓൺ ലൈൻസിലൂടെ പോയിട്ട് കാണിച്ചു തരുന്നത്. അതായത് ഇവിടെ റൺ ഓൺ ലൈൻസ് എന്ന് പറയുന്നത് കാണിച്ചു തരുന്നത് പ്രായമായിട്ടുള്ള ആളുകളുടെ ആ ഒരു ഫ്രീ ആയിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ലൈഫ് തന്നെയാണ്. അത് നോട്ട് പ്രീ പ്ലാൻഡ് എന്നുള്ളതാണ്. Then explain briefly the comparison made about the bellies. ബെല്ലീസിനെ ഏതൊക്കെ രീതിയിൽ കമ്പയർ ചെയ്തിട്ടുണ്ടെന്നാണ്. വെൻ ദ ഓൾഡ് ഫോക്സ് laugh their entire body shakes, bellies goes up and down or from side to side like tambourines jiggle. Tambourine is a musical instrument which is played by shaking or hitting on it. So the poet is compared the old fox bellies with the tambourine. അതായത് പ്രായമായിട്ടുള്ള ആളുകൾ ചിരിക്കുമ്പോൾ ദർ എൻ്റയർ ബോഡി ഷേക്സ്, അവരുടെ മുഴുവൻ ശരീരം കുലുങ്ങിച്ചിരിക്കും. ബെല്ലീസ് ഗോസ് അപ്പ് ആൻഡ് ഡൗൺ, അവരങ്ങനെ കുലുങ്ങിച്ചിരിക്കുമ്പോൾ അവരുടെ വയറൊക്കെ ഇങ്ങനെ പൊങ്ങും താവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏതുപോലെ ലൈക്ക് ടാമ്പറൈൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ ഷേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിലടിക്കുമ്പോൾ അത് മ്യൂസിക് ഉണ്ടാവുന്നത് പോലെ, അത് പിന്നെ അനങ്ങുന്നത് പോലെ
പ്രായമായിട്ടുള്ള ആളുകൾ ചിരിക്കുമ്പോൾ അവരുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ബെല്ലീസൊക്കെ ഇങ്ങനെ കുലുങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ ഒരു ടാമ്പറൈൻ പോലെ അവരുടെ വയറ് കുലുങ്ങുന്നുണ്ട് എന്നാണ് പോയിറ്റ് കാണിച്ചു തരുന്നത്. ഇനിയുള്ളത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഇമേജസ് ഓഫ് ഏജിങ് ഡു യു സീ ഇൻ ദ പോയം? എന്തൊക്കെ ഏജിങ്ങിൻ്റെ, ഒരു പ്രായമാവുന്നതിൻ്റെ എന്തൊക്കെ ഇമേജുകളാണ് ഈ ഒരു കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ്. അതായത് പല ഇമേജുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഒന്ന് അവരുടെ വയറ് കാണിച്ചു തരുന്നുണ്ട്, ദ ഓഫ് ദർ ബെല്ലീസ്, അവരുടെ വയറൊക്കെ കുലുങ്ങിയുള്ള ആ ഒരു ചിരി, അവരുടെ ഒരു മാനേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസ് കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ സലൈവ ഗ്ലിസണിങ് ഓൺ ദ കോർണേഴ്സ് ഓഫ് ദ മൗത്ത് വെൻ ദേ ലോഫ്, അവർ ചിരിക്കുമ്പോൾ സലൈവ ഗ്ലിസണിങ് ഓൺ ദ കോർണേഴ്സ് ഓഫ് ദെയർ മൗത്ത് എന്ന് പറയുന്നുണ്ട്. അതായത് അവർ ചിരിക്കുമ്പോൾ അവരുടെ ചുണ്ടുകളുടെ അറ്റത്തൊക്കെ സലൈവ, ഉമിനീര് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് പോലെ തോന്നുന്നുണ്ട്. ആൻഡ് ദെയർ ഹെഡ് വോബിൾ, അവരുടെ തലങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒടിഞ്ഞു പോകുന്നത് പോലെ, ക്ഷീണിതരായതുപോലെ തോന്നുന്നുണ്ട്. ദെൻ ഇത്തരം കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നത് ഏജിങ്ങിൻ്റെ ഇമേജുകളായിട്ടാണ്. അതായത് ദീസ് ആർ ദ ഫിസിക്കൽ ഓർ മെൻ്റൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഓൾഡ് പീപ്പിൾ ഡിസ്ക്രൈബ് ഇൻ ദ പോയം. Comment on the subject of death discussed in the concluding lines of the poem. എങ്ങനെയാണ് ഡെത്തിനെ ഈ ഒരു കവിതയിലെ കൺക്ലൂഡിങ് ലൈൻസിൽ പോയിട്ട് കാണിച്ചു തരുന്നത്, എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നാണ്. The poem suggests that they laugh because laughing makes the difficult thing in life bearable, such as the idea of death. Man's life is a fight to escape from catch of death. In order to survive, life itself becomes a struggle, and man neither gets to enjoy all his life nor accept the pain of the inevitable death. However, according to poet, laughter is what enables the old folks to accept death, which is the poetess refers to as dear painless death. They laugh because their experience of the world made them to forgive life for the hardship it has caused. അതായത് ഇവിടെ ആ ഒരു ഡെത്തിനെ എങ്ങനെയാണ് ഈ കവിതയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഡെത്ത് എന്ന് പറയുന്നത് ഒരു ഇന്നെവിറ്റബിൾ ഫാക്റ്റാണ്, ഒരു നമ്മുടെ ഒരു ഫെയ്റ്റാണ്, ലൈഫിൻ്റെ ഒരു ഫെയ്റ്റാണ് ഡെത്ത് എന്ന് പറയുന്നത്. വി കനോട്ട് എസ്കേപ്പ് ഫ്രം ഡെത്ത്, അല്ലേ? മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ മാൻസ് ലൈഫ് ഈസ് ആൾവേസ് മാൻ ഈസ് ഫൈറ്റിംഗ് ടു എസ്കേപ്പ് ഫ്രം ദിസ് ഫെയ്റ്റ്. ഈ ഒരു ഫെയ്റ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സ്ട്രഗിളാണ് മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രായമായിട്ടുള്ള ആളുകൾ അത്തരം കാര്യങ്ങളിലൊന്നും അവർ ബോധറിയുന്നില്ല. ദേ ആർ ആൾവേസ് വെൽക്കമിങ് ഡെത്ത്. അവരവരുടെ മരണത്തെ സ്വാഗതം ചെയ്യുന്നവരാണ്. കാരണം എന്താണ്? ദേ ആർ ആൾവേസ് ലീഡിങ് ദെയർ ലൈഫ് വെരി എൻജോയബിൾ ആൻഡ് വെരി സിൻസിയർ. അവരവരുടെ ജീവിതം വളരെ എൻജോയബിളായിട്ടും വളരെ സിൻസിയറായിട്ടാണ് ജീവിക്കുന്നത്. ആൻഡ് ദേ ക്യാൻ ഈസിലി ഫൊർഗീവ് അതേഴ്സ്. മറ്റുള്ളവരോട് ക്ഷമിക്കാനും പൊറുക്കാനും അവർക്ക് എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവരും ഭയക്കുന്ന മരണത്തെ ആര് ഭയക്കുന്നില്ല? പ്രായമായിട്ടുള്ള ആളുകൾ ഭയക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദേ കോൾ ഡെത്ത് ആസ് ഡിയർ പെയിൻലെസ് ഡെത്ത്. അതുകൊണ്ട് തന്നെ മരണത്തെ അവർ വിളിക്കുന്നത് ഡിയർ പെയിൻലെസ് ഡെത്ത് എന്നാണ് വിളിക്കുന്നത്. Then next question, why does poet call death dear and painless? എന്തുകൊണ്ടാണ് പോയിറ്റ് ഡെത്തിനെ ഡിയർ ആൻഡ് പെയിൻലെസ് എന്ന് വിളിക്കുന്നത് എന്നാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു സിമിലർ തന്നെയാണ്. അവരുടെ ഡെത്ത് എന്ന് പറയുന്നത് ഒരു സെർട്ടിനിറ്റിയാണ്. ഡെത്ത് എന്ന് പറയുന്നത് എല്ലാവരും നേരിടേണ്ട ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ പ്രായമായിട്ടുള്ള ആളുകളിൽ പിന്നെ അവരുടെ ഒരു ഫിസിക്കലായിട്ടുള്ള വീക്ക്നെസ് കൊണ്ട്, ഫിസിക്കൽ മെൻ്റൽ വീക്ക്നെസ് കൊണ്ട് തന്നെ ഓൾഡ് ഏജ് ഈസ് ഓഫൺ ഡിഫിക്കൽട്ട് ടൈം ടു ലിവ്. ജീവിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു സമയമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ദർ ഫിസിക്കൽ കണ്ടീഷൻ ഈസ് ബാഡ്. ഫിസിക്കൽ കണ്ടീഷൻ ഒരു പക്ഷേ ബാഡ് ആയിരിക്കാം, പക്ഷേ അവരുടെ ഒരു മെൻ്റൽ കണ്ടീഷൻ ഈസ് ആൾവേസ് ഗുഡ്. അവരുടെ ഒരു മെൻ്റൽ കണ്ടീഷൻ എപ്പോഴും ഗുഡായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ മരണത്തെ ഭയക്കുന്നില്ല, അവർക്ക് മരണത്തെ പേടിയില്ല. കാരണം അവരവരുടെ വളരെ സിമ്പിളായിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ള ലൈഫാണ് അവർ ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അവരുടെ ഈ ഒരു ജീവിതം, അവരുടെ ഈ ഒരു ജീവിതത്തിൽ അവർ തെറ്റുകളൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവരോട് വളരെ സ്നേഹത്തോടു കൂടിയും ക്ഷമയോട് കൂടിയിട്ടും ഒക്കെ ജീവിച്ചത് കൊണ്ട് തന്നെ അത്തരം ലൈഫിൻ്റെ ഹാർഡ്ഷിപ്പ് മറ്റുള്ളവർ വിചാരിക്കുന്ന അല്ലെങ്കിൽ യുവതലമുറ പുതുതലമുറ വിചാരിക്കുന്ന മരണത്തിൻ്റെ ഭയാനകതകളൊന്നും ഇവരെ അലട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വിളിക്കുന്നത് മരണത്തെ ഡിയർ പെയിൻലെസ് ഡെത്ത് എന്നാണ് വിളിക്കുന്നത് എന്നാണ്.
ഇനിയുള്ളത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ യൂത്ത് ആൻഡ് ഓൾഡ് ഏജ് ഓഫ് ദ ഫോക്സ് as discussed in the poem. Do you think old age has its advantages? Discuss with the reference to the poem. ഇത് ഒരു നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടെ കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. യൂത്ത് ഏജും ഓൾഡ് ഏജും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്താനാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട് ഓൾഡ് ഏജിന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒരു റെഫറൻസോട് കൂടിയിട്ട് ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. അത് നിങ്ങളുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണെങ്കിൽ അത് എഴുതുക. ഡിസ്കസ് ദ ലോഫർ ആസ് ദ മെറ്റഫർ ഫോർ ഫ്രീഡം. ഇവിടെ ലോഫർ എന്ന് പറയുന്നത്, ചിരി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്വാതന്ത്ര്യം കാണിക്കുന്ന അല്ലെങ്കിൽ ഫ്രീഡത്തിൻ്റെ ഒരു മെറ്റഫറായിട്ടാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണെന്നാണ്. അപ്പോൾ മയഞ്ചലോ ഹാസ് യൂസ്ഡ് ലോഫർ ആസ് എ മെറ്റഫർ ഫോർ ഫ്രീഡം ഇൻ ദ പോയം ഓൾ ഫോക്സ് ലോഫ്. ഷി says that when all people laugh, they laugh spontaneously and freely because they experience freedom. അവർ ചിരിക്കുമ്പോൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ടും വളരെ ഫ്രീ ആയിട്ടുമാണ് അവർ ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രീഡം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ലാഫ് ലൗഡ്ലി ആസ് ദേ വാണ്ട്. അവർക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു രീതിയിൽ അവർക്ക് ചിരിക്കാൻ സാധിക്കുന്നുണ്ട്. ബട്ട് വെൻ യങ് പീപ്പിൾ ലാഫ് ദേ ഹാവ് ടു കെയർ അബൌട്ട് ഫേഷ്യൽ അപ്പിയറൻസ്. പക്ഷെ പുതുതലമുറ ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ യുവതലമുറ ചിരിക്കുമ്പോൾ അവരെപ്പോഴും ദർ ആൾവേസ് അബൌട്ട് ബോദറിങ് അബൌട്ട് ദർ സറൗണ്ടിങ്സ് ഓർ സോഷ്യൽ സ്റ്റാറ്റസ് ഓർ ദർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അവരവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങോ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ബോദർ ചെയ്തുകൊണ്ടാണ് അവർ ചിരിക്കുന്നത്. കാരണം അവർക്ക് അവരുടെ ഫേഷ്യൽ അപ്പിയറൻസിൽ വറീഡ് ആയിട്ടുള്ള ആളുകളാണ്. സംടൈംസ് ദേ സിംപർ ആസ് ദ ദേ ലോഫ്. ചില സമയത്ത് അവർ യാതൊരു വികാരവുമില്ലാത്ത സിംപറിങ് എന്ന് പറയുന്നത് സില്ലി സ്മൈലാണ്, വിത്തൗട്ട് നോ ഇമോഷൻ. ഒരു ഇമോഷനും ഇല്ലാത്ത ഒരു ചിരി, വെറുതെ ഉള്ള ഒരു ചിരി. അങ്ങനെയുള്ള ഒരു സിംപറിങ് ചെയ്യുന്ന ആളുകളാണ്. ബട്ട് ദ ഓൾഡ് പീപ്പിൾ ഡോണ്ട് ബോദർ അബൌട്ട് ദ പബ്ലിക്. പക്ഷെ പ്രായമായിട്ടുള്ള ആളുകൾ പബ്ലിക് ഉണ്ടെന്നോ ആളുകൾ കാണുന്നുണ്ട് എന്നതിനെ കുറിച്ചൊന്നും അവർ വറീഡ് ആവുന്നില്ല. ദ ലോഫ് ആസ് ദ വിഷ് ആൻഡ് ഷോ ആസ് ആൻ ആക്ട് ഓഫ് ലിബറേഷൻ. അവർക്ക് തോന്നിയതുപോലെ അവർ ചിരിക്കുന്നു, അവരാഗ്രഹിക്കുന്നത് പോലെ അവർ ചിരിക്കുന്നു. അത് ലിബറേഷൻ്റെ ഒരു ആക്റ്റായിട്ട്, ഒരു ലിബറേഷനായി, അവരുടെ ഒരു സ്വാതന്ത്ര്യമായിട്ട്, അവരുടെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യമായിട്ട് ആ ഒരു ചിരിയെ അവർ കാണുന്നു. സോ മായഞ്ചലോ ഷോസ് ഇവൻ ദ ഓൾഡ് പീപ്പിൾ ലോഫർ ഈസ് എ മെറ്റഫോർ ഓഫ് ഫ്രീഡം. അതുകൊണ്ട് തന്നെ മായഞ്ചലോ കാണിച്ചിരുന്നത് ലോഫർ ഒരു ഫ്രീഡത്തിൻ്റെ മെറ്റഫറായിട്ട് തന്നെയാണ്. ഇനി എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഓൾഡ് ഫോക്സ് ലോഫ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഓൾഡ് ഏജ്. കൺസിഡർ ഹൗ ദ പോയറ്റ് യൂസസ് ഇമേജറി ആൻഡ് ഡിക്ഷൻ ടു കൺവേ ദിസ്. ഇവിടെ പോയിന്റ്സ് മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓൾഡ് ഫോക്സ് ലോഫ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഓൾഡ് ഏജ്. ഓൾഡ് ഫോക്സ് ലോഫ് എന്ന് പറയുന്ന ഈ ഒരു പോം ഓൾഡ് ഏജിൻ്റെ ഒരു സെലിബ്രേഷനാണ്. കൺസിഡർ ഹൗ ദ പോയറ്റ് യൂസസ് ഇമേജറി ആൻഡ് ഡിക്ഷൻ ടു കൺവേ ദിസ്. ഇത് എങ്ങനെയാണ് പോയറ്റ് ഇമേജും ഡിക്ഷൻസും ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ കവിതയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ യങ്ങർ ജനറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ദെയർ കണ്ടന്റ് ഓഫ് ആക്ടിങ് സ്മൈൽ ബൈ ഹോൾഡിങ് ദർ ലിപ്സ് കെയർഫുള്ളി ദിസ് ആൻഡ് ദാറ്റ് വേ. അതായത് യുവതലമുറ ചിരിക്കുമ്പോൾ അവരുടെ ചുണ്ടുകൾ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നതിനെക്കുറിച്ചൊക്കെ അവർ വറീഡായിട്ടാണ് അവർ ചിരിക്കുന്നത്. പക്ഷേ ദ ഓൾഡ് ഫോക്സ് നോ ലോങ്ങർ പ്രാക്ടീസ് സിംപറിങ് ആൻഡ് ഫീൽ ഫ്രീ ടു ലോഫ് ആസ് ദ വിഷ്. പക്ഷേ പ്രായമായിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള സിംപറിങ്ങിൽ, അതായത് ഒരു ഇമോഷൻസും ഇല്ലാത്ത ആ ഒരു സില്ലി സ്മൈലിൽ വിശ്വസിക്കാത്ത ആളുകളാണ്. അവർ ഫീൽ ഫ്രീ, അവർ ചിരിക്കുമ്പോൾ അവർക്ക് ഫീൽ ഫ്രീ ആണ്, അവർ സ്വതന്ത്രമായിട്ട് ആ ഒരു ചിരിനെ വിടുന്നുണ്ട്. അത് ഇതിൽ ഇമേജറി കാണിക്കുന്നത് ഹോളേഴ്സ് റൈസ് അപ്പ് ആൻഡ് സ്പിൽ ഓവർ ദ എനി വേ ദേ വാണ്ട്. അതിലെ ഇമേജറി കാണിക്കുന്നത് അവർ ചിരിക്കുമ്പോൾ അവരുടെ വയറ് കുലുങ്ങുന്നതും അതേപോലെ തന്നെ അവരുടെ സലൈവ അവരുടെ കോർണേഴ്സ് ഓഫ് മൗത്തിൽ കാണുന്നതും ഒക്കെയാണ് ഇതിൽ ഇമേജറി ആയിട്ട് ഉപയോഗിക്കുന്നത്. വെൻ ദ ഓൾഡ് ഫോക്സ് ലോഫ് ദ ഫ്രീ ദ വേൾഡ് റിയാലിറ്റി ഇറ്റ് ഇസ് എ സെലിബ്രേഷൻ ഓഫ് ഓൾഡ് ഏജ്. അവർ ചിരിക്കുമ്പോൾ അവിടെ യാതൊരു അഭിനയങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ചിരിയിലൂടെ ഒരു കൈൻഡ് ഓഫ് ലിബറേഷനാണ് അവരെ എക്സിബിറ്റ് ചെയ്യുന്നത് എന്നാണ്. Then second question, would you agree that laughter is a dynamic mechanism or a survival apparatus adopted by old folks? അപ്പോൾ ഒരു ലോഫർ എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് മെക്കാനിസമാണ് അല്ലെങ്കിൽ ഒരു സർവൈവൽ അപ്പാരറ്റസ്. അതായത് ഒരു പ്രായമായിട്ടുള്ള തലമുറ അവരുടെ ഒരു അതിജീവനത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ശേഷിനെ മറികടക്കാനുള്ള
ഒരു പ്രാക്ടീസ് ആയിട്ടാണ് ആ ഒരു ചിരിനെ കാണുന്നത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണ് ചോദ്യം. Young folks can enjoy the way they like because they are physically healthy to beat anything. But in old age, all this is not possible because their body will not surrender what the mind wishes. Slow or limited movements, inability to hold their head steadily, loss of eyesight, etc. are some of the physical problems they face. ഇവിടെ ഫസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണിത്. ഇവിടെ പുതുതലമുറ അല്ലെങ്കിൽ യുവതലമുറക്ക് അവർക്ക് വേണ്ട രീതിയിൽ അവരുടെ ശരീരത്തെ ആക്കിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ബിക്കോസ് ദേ ആർ ഫിസിക്കലി ഫിറ്റ്. അവർ ഫിസിക്കലി ഫിറ്റാണ്, ഹെൽത്തിയാണ്. പക്ഷേ പ്രായമായിട്ടുള്ള തലമുറയ്ക്ക് എന്താണ്, ഓൾ ദിസ് ഈസ് നോട്ട് പോസിബിൾ. ഇത്തരം കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. ബിക്കോസ് ദെയർ ബോഡി ഓർ മൈൻഡ് വിൽ നോട്ട് സറണ്ടർ വാട്ട് ദ മൈൻഡ് വിഷസ്. അവർക്ക് അവരുടെ ബോഡി സറണ്ടർ ചെയ്യാൻ, അവരുടെ മനസ്സിൻ്റെ ആഗ്രഹത്തിനൊത്ത് ശരീരത്തെ ആക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം അവരുടെ ഫിസിക്കലി വീക്കായിട്ടുള്ള ഫിസിക്കൽ വീക്ക്നെസ്സും ഉണ്ട്. ചില നേരങ്ങളിൽ അവർക്ക് വളരെ സാവധാനത്തിൽ നടക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ അവരുടെ തല ശരിയായ രീതിയിൽ യുവതലമുറയ്ക്ക് പിടിക്കുന്നത് പോലെ ശരിയായ രീതിയിൽ പിടിക്കാൻ അവർക്ക് സാധിക്കാറില്ല. കാഴ്ചശക്തി കുറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാനുള്ള ഒരു മെക്കാനിസം ആയിട്ടാണ് ചിരിനെ പ്രായമായിട്ടുള്ള ആളുകൾ കാണുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, ബട്ട് വെൻ യങ് പീപ്പിൾ ലോഫ് ദേ ഹാവ് ടു കെയർ അബൌട്ട് ഫേഷ്യൽ അപ്പിയറൻസ് ആൻഡ് കർവ്സ് ആൻഡ് മേക്കപ്സ്. പക്ഷേ യുവതലമുറ, നമ്മൾ നേരത്തെ പറഞ്ഞു, യുവതലമുറ ചിരിക്കുമ്പോൾ അവരവരുടെ ഫേഷ്യൽ അപ്പിയറൻസിനെ കുറിച്ചും അവരവരുടെ കോട്ടങ്ങളെയും മുഖം അങ്ങനെ ആവുന്നുണ്ടോ ഇങ്ങനെ ആവുന്നുണ്ടോ അവരുടെ മേക്കപ്സ് ഇങ്ങനെ ആവുന്നുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ വറീഡ് ആവുന്നുണ്ട്. ഓൾ പീപ്പിൾ ഡോണ്ട് ബോദർ അബൌട്ട് ദ പബ്ലിക്. പക്ഷേ പ്രായമായിട്ടുള്ള ആളുകൾ പബ്ലിക്കിനെ ബോദർ ചെയ്യുന്നില്ല. ദേ ഹാവ് ആക്സെപ്റ്റഡ് ദർ ഫേറ്റ് ആൻഡ് ദസ് അറ്റ് പീസ്. അവരവരുടെ ആ ഒരു ഫേറ്റിനെ, മരണം എന്നുള്ള ഒരു ഫേറ്റിനെ അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ അംഗീകരിക്കുകയും അങ്ങനെ പീസ്ഫുള്ളി ലൈഫ് ലീഡ് ചെയ്യുന്ന ആളുകളാണ്. ദർ ലോഫർ ഈസ് ഹോണസ്റ്റ് ആൻഡ് സിൻസിയർ. അവരുടെ ചിരി എന്ന് പറയുന്നത് ഹോണസ്റ്റും സിൻസിയറും ആണ്. ഇറ്റ് ഈസ് എ സർവൈവൽ അപ്പാരറ്റസ് ഫോർ ദം ടു റീച്ച് ദർ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അതുകൊണ്ട് തന്നെ അവരുടെ ചിരിയിലൂടെ അവരൊരു സർവൈവൽ അപ്പാരറ്റസ് തന്നെയാണ് കാണിക്കുന്നത്. കാരണം അവരവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക്, ഡെത്തിലേക്കുള്ള ആ ഒരു കടന്നു പോക്കിൽ ആ ഒരു വിഷമതകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ ഓവർകം ചെയ്യാനുള്ള ഒരു മോഡ് ഓഫ് ആക്റ്റായിട്ടാണ് ഇവിടെ ചിരിനെ, ലോഫറിനെ കാണിക്കുന്നത്. ദ ലോഫർ ഹാസ് റൺ ഓൺ ക്വാളിറ്റി ടു സർവൈവ് ഫ്രം ഇന്നബിലിറ്റീസ്. അതുകൊണ്ട് തന്നെ അവരുടെ ചിരിക്കും എന്തുണ്ട്, ഒരു റൺ ഓൺ ക്വാളിറ്റി ഉണ്ട്. അതായത് ഒരു സ്പോണ്ടേനിറ്റി ഉണ്ട് ടു സർവൈവ് ഫ്രം ഇന്നബിലിറ്റീസ്. കാരണം അവരുടെ ഇന്നബിലിറ്റീസിന്, അവരുടെ ബുദ്ധിമുട്ടുകളെ സർവൈവ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി അവരവരുടെ ചിരിയിലൂടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പോയമാണ്. ഇവിടെ മായ ഏഞ്ചലോ കാണിക്കുന്നത് ആ ഒരു രണ്ട് തലമുറയും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അവർ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. So I hope you understood this video. If you have any questions related to this area, you can comment in the comment box. Thank you.